നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോഴിക്കോടിൻ്റെ ഐതിഹ്യവും വിശ്വാസങ്ങളുമായി ഏറെ ചേർന്നു നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് വളയനാട് ദേവീക്ഷേത്രം. സാമൂതിരി രാജാക്കന്മാരുടെ ഉപാസനാ ദേവതയാണ് വളയനാട് ഭഗവതി എന്നാണ് വിശ്വാസം. ഇതിനു പിന്നിലുള്ള ഐതിഹ്യം ഇങ്ങനെയായിരുന്നു. സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ള പടപ്പുറപ്പാടുകളിൽ മികച്ച സൈന്യവും സാമ്പത്തിക കരുത്തുമുണ്ടായിട്ടും മിക്കപ്പോഴും സാമൂതിരി പരാജയപ്പെടുകയായിരുന്നു. ഇതിൻ്റെ കാരണമന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോനാതിരിക്ക് തിരുമാന്താംകുന്നിലമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നുണ്ടെന്നായിരുന്നു. അങ്ങനെ ദേവിയുടെ അനുഗ്രഹം നേടാനായി സാമൂതിരിയും ഉപാസന തുടങ്ങി. ഒടുവിൽ ദേവി ഭക്തനു മുന്നിൽ പ്രത്യക്ഷയായി. തൻ്റെ കൂടെ വരണമെന്നാവശ്യപ്പെട്ട സാമൂതിരിയോട് ദേവി ഒരു നിബന്ധന വെച്ചു. യാത്രയിൽ എപ്പോഴെങ്കിലും പിന്തിരിഞ്ഞു നോക്കിയാൽ ഞാൻ തിരികെ പോകുമെന്നായിരുന്നു അത്. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ പിന്നിൽ നിന്നും ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ സംശയത്താൽ രാജാവ് തിരിഞ്ഞു നോക്കി. ഇതുകണ്ട ദേവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വള ഊരിയെറിയുകയും വള വീണ സ്ഥലത്തായിരിക്കും എൻ്റെ സാന്നിധ്യമെന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്തു. ദേവി എറിഞ്ഞ വള ഒരാഴ്ചക്കാലം അന്തരീക്ഷത്തിൽ കറങ്ങുകയും ഇന്നു ക്ഷേത്രം നിൽക്കുന്ന സ്ഥാനത്ത് വീഴുകയും ചെയ്തു. അവിടം തിരുവളയനാട് എന്നും ആഴ്ചകളോളം വള കറങ്ങിയ പ്രദേശം ആഴ്ചവട്ടം എന്നും അറിയപ്പെട്ടു. അന്നു മുതൽ സാമൂതിരിമാരുടെ ഉപാസനാദേവതയാണ് വളയനാട്ടമ്മ. പിന്നീട് ജീവിതത്തിൽ സാമൂതിരിക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല. കുളാർണവ തന്ത്രത്തെ അടിസ്ഥാനമാക്കി രുചിത് വിധാനക്രമത്തിൽ ആരാധന നടത്തുന്ന അപൂർവം ശാക്തേയ ക്ഷേത്രങ്ങളിലൊന്നാണിത്. കാശ്മീരി സമ്പ്രദായക്കാരായ മൂസദ്മാരാണ് ഇവിടെ ശാക്തേയ ക്രമത്തിൽ പൂജ ചെയ്യുന്നത്. തങ്കത്തകിടിൽ വരച്ച ശ്രീചക്രം ദേവതാ സാന്നിധ്യ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാൽ ഇതിന് ധാരാളം ഫലങ്ങളുണ്ട്. ഇവിടുത്തെ ക്ഷേത്രപാലകൻ്റെ നടയ്ക്കൽ വെച്ച് നടത്തുന്ന ഗുരുതി തർപ്പണം പ്രസിദ്ധമായ ഒരു ചടങ്ങാണ്. കൂടാതെ സപ്തമാതൃക്കളുടെ ധാരുരൂപ പ്രതിഷ്ഠകളും ഇവിടെ കാണാം. ശിവൻ, തേവാര ഭഗവതി, ശാസ്താവ്, ഗണപതി എന്നീ ഉപദേവതമാരും ഇവിടെയുണ്ട്. രസകരമായ ഐതിഹ്യമാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനും പറയാനുള്ളത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രോത്സവം ആരംഭിക്കുന്നത് മകരമാസത്തിലെ കാർത്തിക നാളിലാണ്. ഉത്സവത്തിന് 2 ദിവസം മുൻപ് തളി മഹാദേവ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉടവാളിൽ ദേവനെ ആവാഹിച്ച് വളയനാട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. വരുന്ന 7 ദിവസങ്ങളിൽ ദേവനായിരിക്കും പ്രധാന പ്രതിഷ്ഠ. എന്നാൽ ദേവൻ ക്ഷേത്രത്തിലെത്തുമ്പോൾ ദേവിക്ക് തീണ്ടലാവുകയും ദേവി ദേവനെ കാണാതെ വട്ടോളി ഇല്ലത്തേക്ക് മാറുകയും ചെയ്യുന്നു. ദേവിയെ വിവാഹം ചെയ്യുവാനായി എത്തുന്ന ദേവൻ ദേവിയെ കാണാതെ മടങ്ങുന്നതാണ് ഉത്സവത്തിൻ്റെ ചരിത്രം. കോഴിക്കോടിൻ്റെ സമ്പന്നമായ പൗരാണികതയുടെ കഥ, ക്ഷേത്രങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.